സോഷ്യൽ മീഡിയ താരം തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെ ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണം കേരളമെമ്പാടും വ്യാപിപ്പിച്ചിരിക്കുകയാണ് കേരള പോലീസ്. തൊപ്പി ഗ്യാങ്ങിലെ മമ്മു എന്ന് പറയുന്ന മുഹമ്മദിനെ ഇതിനോടകം കണ്ടെത്താനായിട്ടും അറസ്റ്റ് ചെയ്യാനായിട്ടും കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട്. തൊപ്പി ഈ ഒരു സമയത്ത് ഒളിവിൽ പോയിരിക്കുകയാണ്. തൊപ്പിയെ ഇതുവരെയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഉടനെ തന്നെ തൊപ്പിയെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള തീരുമാനത്തിലേക്ക് കേരള പോലീസ് എത്തിയിട്ടുണ്ട്. MDMA യൂസേജ് 18+ കണ്ടന്റുകൾ യൂട്യൂബിലൂടെ പുറത്തുവിടുക, അതുപോലെ അശ്ലീലമായിട്ടുള്ള പല വിഷ്വൽസും യൂട്യൂബിലൂടെ പുറത്തുവിട്ടിട്ട് തൊപ്പിയുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ചെറിയ കുട്ടികളെ വരെ വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പല പല വീഡിയോസും യൂട്യൂബിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് തൊപ്പി ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൊപ്പിയെ ബന്ധപ്പെട്ട് വരുന്ന തൊപ്പിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഒഫീഷ്യൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും റദ്ദാക്കിയിട്ടുണ്ട് കേരള സർക്കാർ. അപ്പോൾ എന്തുണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ തൊപ്പിയും അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കേസിൽ 4ാം പ്രതി ആയിട്ടുള്ള മമ്മുവിനെയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ഈ ഒരു വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തതിനോടനുബന്ധിച്ചുകൊണ്ട് ഹനാൻ ഷായെ ബന്ധപ്പെട്ടും ഒരു വീഡിയോ പുറത്തുവിടുകയും അത് ഹനാൻ ഷാക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും നേരിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് കേസ് കൊടുക്കുകയും അതിന് ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലും ഇവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ തൊപ്പിയെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നതായിരിക്കും. ഈ പറയുന്ന പോലെ തൊപ്പിയുടെ ഓൺലൈൻ പേജസും യൂട്യൂബ് ചാനലുകളെല്ലാം ഒഫീഷ്യലി റദ്ദാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ MDMA യൂസേജ്, ഈ പറയുന്ന അശ്ലീല ചിത്രങ്ങൾ പുറത്തുവിടുന്നത്, ഈ പറയുന്ന പോലെ പോക്സോ കേസ്, ഈ 3 കേസിന്റെയും അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പാണ് തൊപ്പിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേരാണ് തൊപ്പിക്കെതിരെ ഇപ്പൊ ക്യാമ്പയിനൊക്കെ രൂപീകരിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തൊപ്പിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മോശമായിട്ടുള്ള പല കണ്ടന്റുകളും ചെയ്ത് ഒരുപാട് പൈസ, അതായത് കോടികളാണ് തൊപ്പി സമ്പാദിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഇത്രയും മോശമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളെ ഇനിയും സമൂഹത്തിൽ ഇറങ്ങി ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് ആക്കരുത് എന്ന് തന്നെയാണ് ഓൺലൈൻ മീഡിയാസ് എല്ലാവരും പൂർണ്ണമായിട്ടും എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തൊപ്പിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. തൂഫാൻ എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ സ്പെഷ്യൽ ആന്റി ഡ്രഗ്സ് സ്ക്വാഡായിട്ടുള്ള തൂഫാൻ ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണവും തൊപ്പിക്കെതിരെ ഉണ്ടാവും. MDMA കേസ് കൂടി തൊപ്പിക്കെതിരെ വരാനായിട്ടുള്ള സാധ്യതയും ഇപ്പൊ കാണുന്നുണ്ട്. ഈ പറയുന്ന പോലെ തൊപ്പിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള റിമാൻഡ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പൂർണ്ണമായിട്ടും ഈ ഒരു കേസിന്റെ പൂർണ്ണാവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കേസ് ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്